നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ സ്റ്റാൻലിയും അലീനയോട് കൽപ്പിക്കണം, ദേ മുമ്പിലേക്ക് കയറാൻ നിന്നോടല്ലേ പറഞ്ഞെന്ന്. ഒരു നിമിഷം അലീന ഒന്ന് അമ്പരന്ന് പോയി. അവധി കുടിച്ചാനല്ലേ പ്രായത്തിൽ മൂത്ത, അപ്പൊ വല്യപ്പച്ച മുൻപിൽ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് അലീന പിന്നിൽ കയറാന്ന് പറഞ്ഞേ. പക്ഷെ സ്റ്റാൻലി ദേഷ്യത്തോടെ പറഞ്ഞു കഴിഞ്ഞപ്പം അലീന പിന്നെ ഒന്നും നോക്കിയില്ല, വന്ന് മുമ്പിലേക്ക് കയറി. അവധി കുടിച്ചാൻ ജീപ്പിന്റെ പിന്നിലും കയറി. അങ്ങനെ കാറ് സ്റ്റാർട്ടാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേനും ആൻ്റപ്പനെ നോക്കിക്കൊണ്ട് വിനോദ് പറഞ്ഞു, എന്നാലും ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. എന്താ അല്ല, ആ പെങ്കൊച്ചിനെ ഞാനിന്ന് നോക്കുമായിരുന്നേ. ആ പെങ്കൊച്ചിനെയാണ് എന്തൊരു പേടിപ്പീരാ കേരളസഭയെ പേടിപ്പിക്കുന്നത്. സ്വന്തം മക്കളെയൊക്കെ ഇങ്ങനെ പേടിപ്പിക്കുവോ? ശരിക്കും ആ പെങ്കൊച്ചു പേടിച്ചു പോയെന്ന് തോന്നേ. എടാ, നിനക്കറിയത്തില്ലാത്തോണ്ടാ. ആ പെങ്കൊച്ചിന്റെ മുന്നിലെ കേണൽ സാബ് ചില സമയത്ത് നിൽക്കുന്ന നിപ്പ് കാണണമെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതിനെ ശരിക്കും നീ മനസ്സിലാക്കി വരുന്നുള്ളൂ. അതിന്റെ ചില ചോദ്യത്തിനൊക്കെ മുന്നിൽ ഉത്തരം വിട്ട് നിൽക്കുന്ന പല തവണ കേരള സാബ് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? എന്നാലും നല്ല ഐശ്വര്യമുള്ളൊരു മുഖമല്ലേ? കേണൽ സാബിന്റെ മകളാകാനുള്ള യോഗ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നേ. അല്ല, ഈ പെങ്കൊച്ചു മുമ്പ് എവിടെയായിരുന്നാ പറഞ്ഞേ? ഏതോ ഒരു അനാഥാലയത്തിലാന്ന്, ഏതോ വീട്ടുജോലിക്കൊക്കെ ഞാൻ നിന്നെന്ന്. എന്നാലും അതെങ്ങനെ കേണൽ സാബിന്റെ മോളായി? വിനോദിന് നല്ല സങ്കടമായിരുന്നു. അവരോടൊപ്പം പോകുമായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചേനെ. പോകുന്ന വഴിക്കുള്ള എന്തെങ്കിലും ഒരു സംസാരത്തിൽ നിന്നും. പക്ഷെ അതിന് പറ്റില്ലോ ആൻ്റപ്പൻ ചേട്ടാ. എടാ, നിനക്ക് കുറച്ചു കാലം കൂടെ ഇവിടെ ജോലി ചെയ്യണമെന്നുണ്ടോ? കേണൽ സാബിന്റെ സ്വഭാവം അറിയാലോ. അറിയാം. എങ്കിൽ മര്യാദയ്ക്ക് പോയി നീ നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. കൂടുതൽ അന്വേഷണത്തിന് പോയിട്ടുണ്ടെങ്കിലേ ഒടുവിൽ നിന്റെ ജോലി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ വിനോദം മനസ്സോടെ അകത്തേക്ക് കയറിപ്പോയി. അതേസമയം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് അലീന ഇരിക്കുന്നത്. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആ പോകുന്ന വഴിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട്. കുന്നുകളും മലഞ്ചെരുവുകളും ഒക്കെ കടന്ന് അങ്ങനെ സ്റ്റാൻലിയുടെ തോട്ടത്തിലേക്ക് ജീപ്പ് പ്രവേശിക്കുക. അപ്പം റബ്ബർ തോട്ടത്തിന് നടുവിൽ കൂടെ റോഡ് വെട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ജീപ്പൊക്കെ കടന്നു പോകാൻ പാകത്തിന്. അങ്ങനെ അലീന അതെല്ലാം നോക്കി നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ്. വളഞ്ഞു പോകുന്ന വഴികളും കാര്യങ്ങളും ഒക്കെ, കുന്നും മലകളൊക്കെ അലീന ആസ്വദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അത് കുടിച്ചാൽ ചോദിച്ചു, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ മോൾക്കെന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സ്റ്റാൻലി പറഞ്ഞു, അതെ ദേ കാണുന്ന കണ്ടോ, മരത്തിൽ നിന്നുള്ളി ഒഴുകി വരുന്ന ഒരു തോടാണത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് ഇത് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഞാനൊരു ചെക്ക് ഡാം കെട്ടിയിട്ടുണ്ട്. തോട്? അത് തോട് പൊതുസ്വത്തല്ലായിരുന്നോ എന്ന് ചോദിച്ചു. പൊതുസ്വത്താ. എന്നിട്ട് അവിടെ കൊണ്ട് ചെക്ക് ഡാം കെട്ടി വെച്ചോ? പിന്നെ അല്ലാതെ. അല്ല, അപ്പൊ ആരും തടഞ്ഞില്ല? അങ്ങനെയൊക്കെ കെട്ടിവെക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു. അതെ, അങ്ങനെയൊക്കെ കെട്ടിവെക്കാൻ പാടില്ലാത്ത, പക്ഷെ പണം കൊടുത്താൽ എന്താ നടക്കാത്തെ? അത് കുറെ ആൾക്കാർക്ക് അങ്ങനെ പയണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അതങ്ങോട്ട് അവിടെ ഒരു ചെക്ക് ഡാമാക്കി മാറ്റി. അത് അലീനെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്നാലും അത് ശരിയായിട്ടില്ലെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നില്ല. അതെന്താ? അതെ, കൈക്കൂലി കൊടുത്തും പണം കൊടുത്തും ഒക്കെ അങ്ങനെ ചെയ്യിച്ചല്ലേ, അതൊക്കെ ശരിയാണോ? അങ്ങനെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോഴേക്കും സ്റ്റാലിൻ പറഞ്ഞു, വെറുതെ കര കവിഞ്ഞ് ഒഴുകി പോകുന്ന വെള്ളമല്ലേ, ഞാൻ കുറച്ച് കെട്ടി നിർത്തി അത്രമാത്രം. അല്ല, അപ്പൊ വേനൽക്കാലത്ത് ഒഴുകി പോകുന്നുണ്ടോ? ഇല്ല. ഓഹോ, അപ്പൊ ആൾക്കാരുടെ കുടിവെള്ളം പറ്റിക്കുമല്ലേ ചെയ്യണമെന്ന് ചോദിച്ചു. ഓഹോ, അപ്പൊ നീ എന്നോട് തർക്കിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാനങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ, തെറ്റായി പോയെങ്കിൽ എന്നോടങ്ങോട്ട് ക്ഷമിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ അലീന ഇച്ചിരി മാറി അങ്ങോട്ട് പോയിട്ട് അവിടെ എല്ലാം അതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പോഴേക്ക് സ്റ്റാലിയുടെ അടുത്തേക്ക് അത് കുട്ടിച്ചാൻ വന്നു. എടാ, നിന്നോട് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിന്നമ്മയെക്കാളും ഒരു പടിയും കൂടെ ഉയരത്തില്ല എവളെന്നുള്ള കാര്യം. അല്ല അപ്പച്ച, ഞാൻ പറയുന്നൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ലെന്നുണ്ടോ? അവൾക്ക് അതിനുള്ള ബുദ്ധിയും ബോധമൊന്നും ഇല്ലേ? എടാ, അവൾക്ക് ഇത്തിരി ബുദ്ധിയും ബോധം കൂടുതലാ, നിനക്കത് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിലേ നീ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. അവള് പറയുന്ന ഓരോ വാക്കുകൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? മൂർച്ചയുള്ള വാക്കുകൾ അവളുടെ, പക്ഷെ അത് മനസ്സിലാകാത്ത ആള് നീയാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സ്റ്റാൻലിക്ക് ആ പടം അസ്വസ്ഥത തോന്നി. സ്റ്റാൻലി ഒരു സിഗരറ്റിന് തീയൊക്കെ കൊളുത്തി അങ്ങനെ സിഗരറ്റൊക്കെ കത്തിച്ച് വലിച്ചിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അലീന ഇടയ്ക്കിടയ്ക്ക് അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അലീന അവിടേക്ക് വരുമ്പോഴത്തേനും സ്റ്റാൻലി പെട്ടെന്ന് അങ്ങനെ സിഗരറ്റ് കളഞ്ഞു. കാരണം അലീനയ്ക്ക് സിഗരറ്റ് വലിക്കുന്നോ മദ്യപിക്കുന്നോ ഒന്നും ഇഷ്ടമില്ലെന്നുള്ള കാര്യം അറിയാം. അത് കുടിച്ചാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അലീനയെ തെല്ലി പേടിയുണ്ടെന്ന് മനസ്സിലായി. കാരണം സ്റ്റാൻലിയുടെ സ്വന്തം മക്കളെ പോലും സ്റ്റാൻലിക്ക് പേടിയില്ല. അവരുടെ മുന്നിൽ നിന്ന് സിഗരറ്റ് വലിക്കുകയോ മദ്യപിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷെ അലീനയുടെ മുന്നിൽ അതൊരു മടിയുള്ള കാര്യമാണ്. അതെന്താന്ന് സ്റ്റാൻലിക്ക് അറിയത്തില്ല. പക്ഷെ അവത് കുടിച്ചാൽ അറിയാം അതിൻ്റെ കാരണം എന്താന്നുള്ള കാര്യം. ഒരു പക്ഷേ തനിക്ക് തോന്നുപോലെ അവരും തോന്നുന്നുണ്ടായിരിക്കും.
ചിന്നമ്മയല്ലേ, സാക്ഷാൽ ചിന്നമ്മയല്ലേ മുന്നിലേക്ക് വരുന്നേ. അപ്പം അവളുടെ മുന്നിൽ നിൽക്കാനായിട്ട് ഒരു മടി കാണുമായിരിക്കും, അതായിരിക്കും ഇതിന് കാരണം എന്ന് അവളുടെ കുടിച്ചായനും വിചാരിച്ചു. അങ്ങനെ അലീന അടുത്തേക്ക് വന്നപ്പോഴത്തേനും വലിയ ആളുകൾ ഇങ്ങനെ സ്റ്റാലിൽ പറഞ്ഞു, അതെ ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ കിടന്ന ഒരു കാടായിരുന്നു ഇത്, ഇവിടെ വെട്ടി തെളിച്ച് ഇമാതിരി ആക്കിയെടുത്ത് ഞാനാ. അതിന് അതെ അങ്കിൾ ഒറ്റയ്ക്കല്ലോ ഇത് ചെയ്തേ, തൊഴിലാളികളല്ലേ ചെയ്യിച്ചെന്ന് ചോദിച്ചു. അങ്കിളെന്നോ? നീ എന്നെ എന്താന്ന് വിളിച്ച അങ്കിളെന്നോ? അത് പിന്നെ പപ്പായെന്ന് എന്നെ വിളിക്കാനായിട്ട് എന്നോട് പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ഓ അപ്പം അങ്ങനെയാണോ നീ എന്നോട് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നെക്കുറിച്ച്? അല്ല, ആൾക്കാരുടെ മുന്നിലൊക്കെ എനിക്ക് വെച്ച് എനിക്ക് അങ്ങനെ വിളിക്കാവോന്ന് അറിയത്തില്ലല്ലോ. പുറത്ത് പോകുന്ന സമയത്തും അങ്ങനെയൊന്നും എനിക്കറിയില്ലല്ലോ. ഇനിയിപ്പോൾ ഈ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചെല്ലുമ്പോൾ ഞാൻ പപ്പ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അങ്കിളെന്ന് വിളിച്ചേ. അതെ, നീ എവിടെ വെച്ച് വേളും എന്നെ പപ്പായെന്ന് വിളിച്ചു, എനിക്കൊരു പ്രശ്നമില്ല. ഒരു നിമിഷം അലീന സ്റ്റാലിയുടെ മുഖത്തേക്ക് നോക്കി. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും സ്റ്റാലി ചോദിച്ചു, എന്താ നോക്കണമെന്ന് ചോദിച്ചു. അല്ല, എവിടെ വെച്ച് വേണമല്ലോ എനിക്ക് വിളിക്കാവോ? എന്നെ കുറ്റപ്പെടുത്തുമെന്ന് ചോദിച്ചു. ഞാനെന്തിനെ കുറ്റപ്പെടുത്തണം? നീ എൻ്റെ മകളല്ലേ, അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു ടെൻഷൻ ഇല്ലാന്ന് പറഞ്ഞു. അവധിക്കുട്ടി ജയ സ്റ്റാലിയെ നോക്കണം. സ്റ്റാലി നല്ല മനസ്സുറപ്പോട് തന്നെയാണത് പറഞ്ഞത്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ ഇനി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളി മാറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതൊന്നും സാരമില്ല, നീ ധൈര്യപൂർവ്വം എന്നെ പപ്പ എന്ന് വിളിച്ചോ. പിന്നെ ഒരു കാര്യം, നീ മുമ്പേ തോട്ടത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, തൊഴിലാളികളെ ഇങ്ങനെ ആക്കിയെടുത്തേന്ന്. പക്ഷെ ഇങ്ങനെ തൊഴിലാളികൾ ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൂലി കൊടുത്താരാ? ഈ ഞാനാ. ആ കാര്യം നീ മറക്കരുത്. കൂലി കൊടുക്കാനായിട്ട് ഞാൻ വെറുതെ കഷ്ടപ്പെടുന്നല്ല, അങ്ങ് മിലിറ്ററി പോയിക്കൊണ്ട് നന്നായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതിൻ്റെ പണം ഞാൻ തൊഴിലാളികൾക്ക് കൂലി കൊടുത്തേ, അല്ല ചുമ്മാ എനിക്ക് ആരും ദാനമായിട്ട് തന്നൊന്നുമല്ല. അങ്ങനെ അവർ തോട്ടത്തിൻ്റെ അവിടെയായിട്ട് ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവിടേക്ക് ചെല്ലുവാണ്. അങ്ങനെ സ്റ്റാലി എന്ന് കുറേ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒരു തൊഴിലാളി അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അയാളുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. ആ സമയത്ത് സ്റ്റാലി അലീനയും കൂടെ വിളിച്ചു. അലീന അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് സ്റ്റാലി അലീനയെ പരിചയപ്പെടുത്തുവാണ്. ഇതെൻ്റെ മകളാണ്, പേര് അലീന എന്ന് പറഞ്ഞു. ഒരു നിമിഷം അയാൾ അത് അന്താളിപ്പോടെ നോക്കുക. ഇത്രയും നാളും ഇങ്ങനെ മകളെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല. സ്റ്റാലിയുടെ ബാക്കി 3 മക്കളെ അറിയാം, പക്ഷെ ഇതാരെന്നുള്ള രീതിയിൽ നോക്കി. പക്ഷെ സ്റ്റാലിയോട് ചോദിക്കാനായിട്ടൊരു ഭയം. അലീന സ്റ്റാലിയെ തന്നെ നോക്കുവാണ്. തന്നെ അച്ഛനൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്നൊരു നിമിഷം അലീനയുടെ മനസ്സിലുണ്ടായി. തന്നെ പരിചയപ്പെടുത്തിയല്ലോ, മകളാന്ന് പറഞ്ഞല്ലോ, അത് അലീനയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും അവത് കുടിച്ചാൻ ചോദിച്ചു, ഇപ്പോഴെങ്ങനെയുണ്ട്, സന്തോഷമായെന്ന് ചോദിച്ചു. അതെന്താ വല്യപ്പിച്ച് അങ്ങനെ ചോദിച്ചേ? കണ്ടില്ലേ അവൻ പരിചയപ്പെടുത്തിയത് കണ്ടോ? ഇനിയേ നീ ഇടയ്ക്കിടയ്ക്ക് വരണം, ഇവിടേക്ക് നോക്കണം. ഞാനാ? പിന്നല്ലാതെ. ഇതൊക്കെ പിന്നെ ഇവൻ എന്തിനാ കൊണ്ടേ കാണിച്ചു തരുന്നത് ഓർത്തിട്ടാ. നീയും കൂടെ വന്ന് വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞു, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അറിയത്തില്ലെന്നോ? അതേന്നേ, എനിക്കൊന്നും കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ലോ. പിന്നെ എനിക്ക് ഇത് നോക്കാനൊന്നും അങ്ങനെ താല്പര്യമില്ല, അറിയാലോ. എനിക്ക് ഈ പണത്തോടും ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത കാര്യമാണ്. അതെ, സ്വന്തം അപ്പൻ്റെ മുതൽ നോക്കുന്നോണ്ട് എന്താ കുഴപ്പമിരിക്കണേ? ഇതൊക്കെ നോക്കി നടത്തേണ്ട ആരാ? അല്ല, വേറെ മക്കളൊക്കെ ഉണ്ടല്ലോ, അവർ നോക്കേണ്ടത് അവർ നോക്കിക്കോളും. നിന്നോട് പറയുന്ന കാര്യം നീ ചെയ്താൽ മതി എന്നൊക്കെ അത് കൂടി ഞാൻ പറഞ്ഞു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റാലി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. സ്റ്റാലി അങ്ങോട്ട് വന്ന് ഇറങ്ങിയിട്ട് ചോദിച്ചു, അല്ല ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ തോട്ടവും കാര്യങ്ങളും 150 ഏക്കറുണ്ട്. ഇഷ്ടപ്പെട്ടു. അല്ല അപ്പ ഇവിടുന്ന് നല്ലൊരു വരുമാനം കിട്ടുമായിരിക്കും അല്ലേ? വരുമാനം കിട്ടുമോയെന്ന് ചോദിച്ചാൽ വരുമാനം കിട്ടും. ആ പൈസയ്ക്ക് എന്ത് ചെയ്യുക? പൈസയ്ക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ തോട്ടത്തിന് വേണ്ടി കുറേ മുടക്കണ്ടേ? ഇങ്ങനെ കിട്ടണമെങ്കിൽ അതിനു വേണ്ടി കുറച്ച് പൈസ ചിലവഴിക്കണം. പിന്നെ ജോലിക്കാർക്ക് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിരിവ് ആർക്ക്? രാഷ്ട്രീയക്കാർക്കുണ്ടായിരിക്കും. പിന്നെ പള്ളിയിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നല്ലൊരു തുക തന്നെ ചിലപ്പം പിരിവ് കൊടുക്കേണ്ടതായിട്ട് വരും. അല്ല, അവർക്ക് മാത്രമേ പിരിവൊക്കെ കൊടുക്കാറുള്ളൂ? പിന്നെ ആർക്കാ കൊടുക്കണ്ടേ? അനാഥാലയങ്ങൾക്കൊന്നും കൊടുക്കാറില്ലേ? അനാഥാലയങ്ങൾക്കോ? അനാഥാലയത്തിന് ഞാനെന്തിനാ പിരിവ് കൊടുക്കണേ? അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലറ ചില്ലറ കേസുകൾ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ആൻ്റപ്പനോട് എങ്ങാനും പറയും. ആൻ്റപ്പൻ എങ്ങനെയായിരിക്കും കൊടുക്കണേ? ഞാൻ ആ കേസിലൊന്നും തലയിടാറില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന ഒരു നിമിഷം അന്താളിപ്പോടെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല അപ്പം പപ്പായ്ക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ലേ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ലെന്ന്. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇതേ പപ്പ ഒരു കാര്യം വിചാരിക്കണം. പപ്പായ്ക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ ഈ അനാഥാലയത്തിനോടൊക്കെ? പക്ഷേങ്കിൽ ഈ 10-23 വർഷക്കാലം എന്നെ വളർത്തിയത് ഇതുപോലൊരു അനാഥാലയം എന്നുള്ള കാര്യം പപ്പ മറന്നു പോരെന്ന് പറഞ്ഞു. ഷോക്കേറ്റ പോലെ നിൽക്കുകയാണ് സ്റ്റാൻലി. അതുപോലെ തന്നെ
അത് കുടിച്ചാനും ഇങ്ങനെയൊന്നും പറയുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പപ്പ ഇത്രയും വലിയ വരുമാനം കിട്ടുന്നല്ലേ, അപ്പോൾ അവരെക്കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കണം. ഒത്തിരിയൊന്നും കൊടുക്കണ്ട, ഇത്തിരി എന്തേലും കൊടുക്കണം. എന്നെ പോലെ ഇഷ്ടം പോലെ കുട്ടികളൊക്കെ അവിടെയുണ്ട് എന്ന് പറഞ്ഞു. ഒരു നിമിഷം സ്റ്റാലി അലീനെ നോക്കി. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ കടപ്പാട്ടൊരു വീട്ടിലായിരുന്ന സമയത്ത് അവിടെ നിന്ന് ജോലി കിട്ടുന്ന ശമ്പളം കിട്ടിയെന്ന് കുറച്ച് തുക കൊണ്ട് ഞാൻ പോകും. എനിക്കറിയാം ഓരോ അനാഥാലയത്തിലും കാര്യങ്ങൾ എങ്ങനെയാന്ന്, അവിടെ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോണേന്ന്. ആരുടെയും സഹായത്താലാണ്, ആരെങ്കിലും കൊണ്ടേ കൊടുക്കണ സഹായത്താലാണ് അവർ ജീവിച്ചു പോകുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു നേരം ആഹാരം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള പുണ്യം നമുക്ക് കിട്ടും പപ്പ. അത് പപ്പായ്ക്ക് മനസ്സിലാകത്തോണ്ടാ ഈ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നേക്കാളും അതിനേക്കാളും 100 ഇരട്ടി ഫലം ചെയ്യുന്ന കാര്യം ഇത്. അപ്പോഴേക്കും അത് കുടിച്ചാൻ അലീന അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല കൊച്ചേ, നീ ജോലി ചെയ്യുന്ന കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇങ്ങനെ ചിലവാക്കുമായിരുന്നു? എൻ്റെ കയ്യിൽ അങ്ങനെ പൈസ ഒന്നും ഇരിക്കില്ലെന്നേ. അതെ, അവിടെയാണെങ്കിലും അച്ഛൻ എന്നോട് പറയുന്നത് എന്താണെന്ന് പറയട്ടെ, നിൻ്റെ കയ്യിലേക്ക് പൈസ വരുന്നില്ല, തന്നിട്ടുണ്ട്, നീ അത് മൊത്തം കൊണ്ട് ചിലവാക്കൂന്ന്. ഇങ്ങനെ അനാഥാലയത്തിനൊക്കെ കൊടുത്ത്. പക്ഷെ എൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി വല്യപ്പച്ച, എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരുടെ വേദന എൻ്റെ വേദനയായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അലീന അങ്ങോട്ടും നടന്നു. അപ്പോഴേക്കും അവത് കുടിച്ചാൻ സ്റ്റാലിയോട് പറഞ്ഞു, എടാ സ്റ്റാലി, ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നൊരു പെൺകുട്ടിയല്ല. നിന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റി, നമുക്ക് ഒരുപടി മേലെ ഇവളുടെ സ്ഥാനം എന്ന് പറഞ്ഞു. കണ്ടില്ലേ അവളുടെ പിന്നെ ഓരോ വാക്കുകളും അത്രയ്ക്ക് മൂർച്ചയുള്ള വാക്കുകളാണ്. അവൾ പറയുന്ന ഓരോ വാക്കിനും അതിൻ്റെതായ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റാലിലേക്ക് മനസ്സിലായി അങ്ങനെയാണ്. അങ്ങനെ ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലീനയും കൂട്ടി അവർ തിരികെ പോരുവാണ്. പോരുന്ന സമയത്ത് അത് കുടിച്ചാനും അലീനും ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ തമാശയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ സ്റ്റാൻലിക്കും ഇടയ്ക്ക് ചിരിക്കാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ പോരുന്ന സമയത്ത് അലീന എന്ത് ചെയ്തു, സ്റ്റാൻലിയുടെ കയ്യിലേക്ക് പതുക്കെ ഒന്ന് പിടിക്കുകയാണ്. എന്നിട്ട് തൻ്റെ കൈ ആ കൈയോട് ചേർത്ത് പിടിച്ചു. ഒരു നിമിഷം സ്റ്റാൻലി അലീനയെ നോക്കി. അലീനയുടെ മനസ്സിലേക്ക് അപ്പോൾ വന്നത് ഇത് തൻ്റെ മകളാന്ന് പരിചയപ്പെടുത്തിയത് ആ ഒരു ചിന്തയായിരുന്നു. അതും അലീനയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവാ. അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു സന്തോഷം കാര്യങ്ങളൊക്കെ തോന്നി. തൻ്റെ പപ്പയെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പോൾ അത്രയെങ്കിലും പറഞ്ഞല്ലോ എന്നൊരു ചിന്ത. കാരണം സ്റ്റാലിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്നേഹവും പരിഗണനയും കിട്ടുന്നത്, ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. സ്വന്തം മക്കൾ പോലും സ്റ്റാലിനെ അകറ്റി നിർത്തിയിട്ടുള്ളൂ. ടെസയാണെങ്കിലും അവരാണെങ്കിലും ആരാണെങ്കിലും അലീനെ അല്ല സ്റ്റാലിയെ മൈൻഡ് ചെയ്യാൻ വന്നിട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല. അലീനയുടെ ആ ഒരു ചേർത്ത് പിടിക്കൽ അത് സ്റ്റാലിയുടെ മനസ്സിൽ ഒരു സ്നേഹത്തിൻ്റെ നാമ്പ് പൊട്ടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.